പക്ഷെ M5 വന്നത് കൂടിയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് തിരിയും, കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട്. എന്നാൽ ഇപ്പോഴും മാറാതെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു അപ്ഗ്രേഡ് ആണ്. അതായത് M4 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് M5 എന്ന് പറയുന്നത് നല്ലൊരു അപ്ഗ്രേഡ് ആണ്. കാരണം മാറാൻ സമയമായിട്ട് മാറുക. ബാക്കിയുള്ള ഒരു അഭിപ്രായം നോക്കണ്ട, മാറുക. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. 2019-18 കാലഘട്ടം മുതല് എന്തായിരുന്നു ഈ സിറ്റുവേഷൻ? ഞാനൊക്കെ ഫീൽഡിലേക്ക് വന്നത് ആ സമയത്താ. എന്തായിരുന്നു അന്നത്തെ ഇവിടുത്തെ മാർക്കറ്റിങ്? എന്തായിരുന്നു, ഏതൊക്കെ ക്യാമറകൾ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാന്നുള്ള ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞിരുന്ന സമയത്ത് പറയുമ്പോ കനോണിന്റെ 5D Mark II, 5D, പിന്നെ 6D ഇറങ്ങണ ഒരു സമയമൊക്കെ ഞാൻ വർക്കിനൊക്കെ പോണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോണ സമയത്ത് വരെ ഓട്ടോ ഫോക്കസ് ഇല്ല, ഞാൻ മാനുവൽ ഫോക്കസിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ പഠിച്ചേട്ടാ. അപ്പോ അതാണ് എനിക്ക് അന്ന് ഗിംബലില്ല, മറ്റേ ഗ്ലൈഡറിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ പഠിച്ചത് മൊത്തം വ്യത്യസ്തമായ രീതിയിലാണ് പഠിച്ചത്. നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കും, എന്നോട് ഷൂട്ട് ചെയ്യുമ്പോ ഈ ആകാശമൊക്കെ ഫുള്ള് വെള്ള കളറാണ്, വേറെ നീല കളർ നമ്മൾ കണ്ണില് കാണാന്നുള്ളൂ. സോണിയിൽ എടുക്കുമ്പോ എന്താ ചെയ്യില്ല, ആകാശം നീല കളറിൽ അതുപോലെ കിട്ടും. അപ്പോ കണ്ണില് കാണുന്ന സാധനം തരിക എന്നുള്ള ഒരു സാധനം, അതായത് ആ മിറർലെസ് ആയ കാരണം കൊണ്ട് ഡൈനാമിക് റേഞ്ചും ഇതൊക്കെ. ഒരു കാര്യം അറിയോ, എൻ്റെ ഒരു അറിവില് ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നിട്ടുള്ള ക്യാമറയുടെ കമ്പനി ഒരു 2005 മുതൽ ഇങ്ങോട്ട് എടുത്തോ, ഏതായിരിക്കും? ഏത് 2005? എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2005 മുതൽ ഈ 2026 വരെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പിടിച്ചു നിർത്തിയിട്ടുള്ള കമ്പനി ഏതായിരിക്കും? അന്ന് ചേട്ടാ കനോണില് അന്നത്തെ കാലത്ത് 2005 സമയത്ത് കനോണിൽ ആരും ഫോട്ടോ എടുക്കണ കൂടുതൽ നിക്കോണിന്റെ ക്യാമറയിലെ ഫോട്ടോ എടുത്തത്. അന്ന് സോണിയുടെ മറ്റേ വീഡിയോ ക്യാമറ ഉണ്ട്. ഞാനൊക്കെ പണ്ട് വർക്കിന് പോകുമ്പോ ആദ്യം നോക്കാന്ന് അറിയോ, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ട് അവരുടെ ലെൻസുകൾ നോക്കും, ക്യാമറ ഏതാ നോക്കും. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ നമുക്കിത് പഠിക്കാന്നുള്ളതാണല്ലോ. കാരണം ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യണേ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു മുടക്ക് നോക്ക്, ചെയ്ത് വെച്ചേക്കണം, നോക്ക്, പണി നോക്ക്. നമ്മുടെ അവിടുത്തെ പോലെയല്ല. നമ്മുടെ അവിടുത്തെ പോലെയാണോ ഇവിടെ ചെയ്ത് വെച്ചേക്കണം? അല്ല അല്ല, ഇവിടെ കറക്റ്റ് കോൺക്രീറ്റിംഗ് ആണ്. കോൺക്രീറ്റിംഗ് ആണ് അല്ലേ? അതെ. നമ്മുടെ നാട്ടില് കമ്പി അടിച്ച് കയറ്റിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ള സാധനം തിരിഞ്ഞു പൊളിഞ്ഞു ഇല്ലേ? പറയാൻ പറ്റില്ല. ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ചെയ്യണേ, അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ എന്നാലും ഇത് കറക്റ്റ് അല്ലേ? അതെ. അത് ശരിക്കും നമ്മുടെ അവിടെ ഇങ്ങനെയല്ല ചെയ്ത് വെച്ചേക്കണം, നമ്മുടെ അവിടെ ചെയ്ത് വെച്ചാൽ വളരെ റോങ് അല്ലേ? അത് സംഭവം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇത്രയ്ക്ക് ഒരു അപ്ഡേഷൻ ഇല്ല, വേറെ അപ്ഡേഷൻ വരുന്നില്ല. അത് കാരണമാണ് ഞാൻ പോയിട്ട് കനോണിന്റെ R5 ഇറങ്ങിയപ്പോ R5 എടുത്ത്. എന്നിട്ടാണ് അവിടുന്ന് ഒരു 1.5 വർഷം കറക്റ്റ് കഴിഞ്ഞപ്പോ കറക്റ്റ് M4 ഇറങ്ങി. R സീരീസിൽ കനോണിന്റെ ക്യാമറ കൊണ്ടുപോയിട്ട് ഞാൻ എന്താണ് സോണിയുടെ M4 ബോഡി 85 24 കയ്യിലാക്കിയത്. കാരണം എന്താ വെച്ചാൽ ആ ക്യാമറ മേടിച്ച പൈസ കൊടുത്തിട്ട് ഇതൊക്കെ കൂടി മേടിക്കാൻ പറ്റും, അതാണ് ഗുണം. ക്യാമറ എടുക്കണ്ട R1 ഇല്ല, R1 കനോൺ R1, കനോണിന്റെ R1 എന്ത് വലിപ്പാണ്. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞ ഡ്രീമി ക്യാമറയല്ലേ. RX1 മറ്റേ ക്യാമറയില് അതെനിക്ക് സത്യം പറഞ്ഞ നല്ലൊരു ആഗ്രഹം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും നമുക്ക് പറ്റില്ല അത്. കാരണം അതൊരെണ്ണം മേടിക്കാന്ന് പറയുമ്പോ ഇത്രയും ബഡ്ജറ്റില് ക്യാമറ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ റേഞ്ച് മാറി. നമുക്ക് ആ ഒരു 4,30,000 രൂപയാണ് വില. 4,30,000 രൂപയ്ക്ക് ക്യാമറ മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സംഗതിയൊക്കെ വേറെ മൂടാ. അല്ല 4,30,000 4,60,000 A1-2ന്റെ റേറ്റ് വരുന്നുണ്ട്. റേറ്റ് ആയി. ആ ക്യാമറക്ക് അത്രയും ഇതുണ്ട്. ഇത് 35 അവാർഡ് വിന്നിങ് പറഞ്ഞിട്ടൊരു പരിപാടി വേൾഡ് വൈഡ്. അതില് മത്സരിക്കാം. 35 mm എടുത്ത ഫോട്ടോസ് മാത്രം, സ്ട്രീറ്റ് വെഡിങ് എല്ലാ കാറ്റഗറിയും ഉണ്ടായില്ല, എല്ലാ കാറ്റഗറിയിലും. അത് മേടിച്ചിട്ട് നമുക്ക് അവാർഡ് മേടിക്കാൻ പോവാ. 35 ഓൾറെഡി ഒരു അതിന് വേണ്ടിട്ടൊരു ഇതുണ്ട്, ആ ഫ്രെയിമില്ലേ, ആ ഫ്രെയിമിന് വേണ്ടിട്ടൊരു ഇതുണ്ട്. 35 ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലൈവ് സൂപ്പർ അല്ലേ, കണ്ണില് കാണുന്ന പോലത്തെ